ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ദിൽകുഷ് ഓവനൊന്നുമില്ലാതെ പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷനിലും കൂടി ക്ലിക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദിൽകുഷ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ 1/2 കപ്പ് ചൂട് പാല് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടേ ആകാവൂ, ചൂട് ഒരിക്കലും കൂടിപ്പോകരുത്. അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോഴാണ് ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ചെയ്തിട്ട് അടച്ച് ഒരു 5-10 മിനിറ്റ് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ല ഈസ്റ്റ് ആണെങ്കിൽ 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഈസ്റ്റ് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ ഒരു മുട്ട ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതിയെ ഒഴിക്കാവൂ. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ആയാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ 2 കപ്പ് മൈദ മാവ് ചേർക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈവച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ അല്പം പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അയവിൽ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പിംഗ് ബോർഡോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് 2 കൈ വെച്ചും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് മർദ്ദിച്ച് തന്നെ കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുത്താലേ ദിൽകുഷ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് മർദ്ദിച്ച് നല്ല ബലത്തിൽ തന്നെ കുഴച്ചെടുക്കണം. കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് 10 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബൗളിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കാം. ഓയിൽ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കണം. അതിനുശേഷം മാവ് ഇതിലേക്ക് വയ്ക്കാം. മാവ് ഒന്ന് നന്നായിട്ട് ഉരുട്ടിയ ശേഷം വയ്ക്കാം. മാവ് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ മാവിലും അല്പം ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം. അതിനുശേഷം ഒരു നനഞ്ഞ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് പാത്രം വെച്ചിട്ട് മൂടി വെച്ചാലും മതി. എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. 1-2 മണിക്കൂറാകുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഡബിൾ സൈസ് ആവുന്നത് വരെ വെക്കണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത്രയും മാത്രം വെച്ചിട്ട് നമുക്ക് ദിൽകുഷിന് ഫില്ലിംഗ് ഉണ്ടാക്കാം. തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും മാത്രം വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ കുറച്ച് നട്ട്സും മുന്തിരിയും കറുത്ത മുന്തിരിയും ചെറിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത്രയേ ഉള്ളൂ, ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് 1 മണിക്കൂറായപ്പോൾ തന്നെ നല്ല ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം.
വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മാവ് കുഴയ്ക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ ഈ ദിൽകുഷ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആർക്കും വീട്ടിൽ ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ ദിൽകുഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ മാവ് ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുക്കറിലും ഓവനിലും ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 4 എണ്ണമായിട്ട് പരത്തിയെടുക്കണം. 4 ബോൾസായിട്ട് ഇത് മാറ്റിയെടുക്കാം. 2 ചെറിയ ബോളും 2 വലിയ ബോളുമായിട്ട് എടുക്കണം. ദിൽകുഷിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഭാഗം വലുതായിട്ടും അടിയിൽ വയ്ക്കുന്ന ഭാഗം ചെറിയ ബോളുമായിട്ടാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ 4ആയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ടൊരു ചപ്പാത്തി പലക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കി വയ്ക്കാം. ഞാനിതുപോലത്തെ സ്റ്റീൽ പാത്രമാണ് എടുത്തത്. പരന്ന പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് അല്പം ഓയിൽ തടവി കൊടുക്കാം. കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മാവ് ഓരോന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് മൈദപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇതുപോലെ കനത്തിൽ വേണം പരത്തിയെടുക്കാം. ഒരു 2-3 ചപ്പാത്തി അടുക്കി വെച്ചാൽ എത്ര കനമോ ആ കനത്തിൽ പരത്തിയെടുക്കാം. തീരെ നൈസായിട്ട് പരത്തരുത്. ഓവനിൽ വയ്ക്കുന്നതും പരത്തിയിട്ടുണ്ട്. ഇനി ഓവനിൽ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഫില്ലിങ് വയ്ക്കാം. നമുക്ക് എത്ര ഫില്ലിങ് വേണമോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കണം. അതിന് മുകളിലായിട്ട് വലുതായിട്ട് പരത്തി ഒരെണ്ണം വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് മൂടി വെക്കാനായിട്ടാണ് വലുതായിട്ടുള്ളത് മുകളിൽ വയ്ക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം. അല്പം വെള്ളം തടവിട്ടായാലും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താലും മതി. നല്ല പോലെ ഒട്ടിയിരിക്കണം. നന്നായിട്ട് ഒട്ടിയില്ലെങ്കിൽ ഇത് ബേക്കായിട്ട് വരുമ്പോൾ അതൊന്ന് ഇളകിപ്പോകും. അതുപോലെ കുക്കറിൽ വയ്ക്കുന്ന പാത്രത്തിലും അതുപോലെ തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. രണ്ടും ഞാൻ ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വയ്ക്കുന്ന ഒരു ഹോൾ മുകൾ ഭാഗത്ത് ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് അടച്ചു വെച്ച് അരമണിക്കൂറും കൂടെ വെക്കണം. അടച്ചു വയ്ക്കുമ്പോൾ അല്പം പൊക്കമുള്ളൊരു പാത്രം വെച്ചിട്ട് വേണം അടച്ചു വയ്ക്കാൻ. അരമണിക്കൂർ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. മുട്ട വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം എടുത്ത മുട്ടയുടെ പകുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അല്പം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മുട്ട മാത്രം ബ്രഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മുട്ടയും പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് രണ്ടിലും ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബേക്കായി വരുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നല്ല കളർ ഉണ്ടാകുന്നത്. രണ്ടും നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. ആദ്യം 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടും പിന്നെ ലോ ഫ്ലെയിമിലിട്ടുമാണ് ബേക്ക് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ബേക്ക് ചെയ്യണം. അതുപോലെ ഓവനിലും 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ വെച്ചത് 30 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറായ ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് തണുത്തിട്ട് വേണം. തണുക്കുമ്പോഴേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്. കുക്കറിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓവനിൽ വെച്ചത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ ദിൽകുഷ് തന്നെയാണിത്. ബേക്കറിയിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഇത്രയും ഫില്ലിംഗ് ഒന്നും ഉണ്ടാകില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദിൽകുഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം
അഭിപ്രായങ്ങളൊക്കെ പറയുക. താങ്ക്സ്.